ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുസ്മരണ ദിവസമാണ്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അൾത്താരയിൽ കയറി 1 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും ഒരു ഗ്രൂപ്പിന്. നമ്മളത് ഇതിലേ കൂടി കയറിയിട്ട് നടുക്ക് കൂടിയാണ് വരുന്നത്. ഈ എൻട്രൻസിലൂടെ റോപ്പിട്ട് തിരിച്ചിട്ട് അതിലൂടെ കയറി അൾത്താരയുടെ നടുവാതിലൂടെ മാതാവിൻ്റെ അടുത്തെത്തി അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണ്. 1 മിനിറ്റാണ് നിങ്ങളുടെ ടൈം. നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാം പറയാൻ നിൽക്കരുത്. എല്ലാം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം. അമ്മയെ തൊടാനുള്ള സമയം മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാൻ ആർക്കും അനുവാദമില്ല. നമ്മൾ പിന്നീട് ഉടനെ ഞായറാഴ്ച കഴിഞ്ഞ ഉടനെ കുർബാനയ്ക്ക് പോയിരിക്കും. രാവിലെ നമ്മൾ വൈകുന്നേരം കുർബാന വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് നമ്മുടെ മരിയൻ ഗാർഡൻസിലാണ്. ഈ വാതിക്ക് ഇതിലൂടെ തന്നെ പോകുമ്പോൾ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സൈഡ് തിരിഞ്ഞ് ശ്രദ്ധിച്ചേ പോകാവും. ശാന്തമായിട്ട് പറക്കാനൊന്നും പോയരുത്. അതായത് നമ്മളിവിടെ ശരി നമുക്ക് അവിടെ ഒരു മരിയൻ ഇവിടെ ഒരു മരിയൻ വാരിയുണ്ട്. 10 മണി തൊട്ട് അവിടെ നിന്ന് കഞ്ഞി കൊടുക്കാൻ പറ്റണം. ആരാധനിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് മരിയൻ വാരിയിൽ 10 മണിക്ക് മുമ്പാണെങ്കിൽ നേരെ രാവിലെ മരിയൻ വാരിയിൽ 10 മണി തൊട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഞായറാഴ്ച ചെയ്ത് കാരണം നമുക്ക് ഇവിടെ നടക്കത്തില്ല. ഇവിടെ നമുക്ക് കുർബാന ഒന്നും നടക്കത്തില്ല, ആരാധന നടക്കത്തില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അലുവ വരെ കിട്ടിയ പോലെ ആൾക്കാർ ശ്വാസം മുട്ടി അകത്തോട്ടും പോകാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞായറാഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾ വിട്ടുപോരുന്ന ആൾക്കാർക്ക് കുർബാന വേണ്ടേ. അതുകൊണ്ട് നമ്മൾ കുർബാന ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മണിക്ക് ആരാധനയാണ്. നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെടാതെ സമയത്ത് ആരാധനയാണ് നടക്കുന്നത്. ഇതുപോലുള്ള ഇവിടെ ആരാധന ഇല്ലായിരുന്നു ഞായറാഴ്ച. അതിന് പകരം 2 മണിക്ക് അവിടെ വെച്ചിരിക്കുന്ന ആരാധന മരിയൻ ഗാർഡൻസിൽ. അതെല്ലാം റോഡിൻ്റെ കിഴക്കുവശത്താണ് കേട്ടോ. ഓർത്തേക്കണം.